കൊന്നിച്ചിവ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എസ്ട്രോകോമിക്. നമ്മൾ ഇന്ന് ഡീമൺ സ്ലേയറിന്റെ ചാപ്റ്റർ 193 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇതിനു മുമ്പത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അവന്റെ സഹോദരിയുടെ പവർ ഇല്ലാതെ അവന്റെ ബ്ലേഡ് റെഡ് ആക്കി മാറ്റിയിരിക്കുന്നു. മരണം അവന്റെ തൊട്ട് മുമ്പിൽ ഉള്ള കൊണ്ടായിരിക്കണം അവന് ഉപകാരപ്പെട്ട ഒരു വാതിൽ കൂടെ അവൻ വലിച്ചു തുറന്നിരിക്കുന്നു. അതേപോലെ തന്നെ പില്ലേഴ്സും അവരും അവരുടെ ബ്ലേഡ്സ് റെഡ് കളറാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും പോരാ, നിങ്ങൾ അവന്റെ ഒന്നും പറ്റേ പോലും എത്തിയിട്ടില്ല. നിങ്ങൾ എല്ലാവരും കൂടെ യോജിച്ചു നിന്നാലും നിങ്ങൾ അവന്റെ ഒന്നും പരിസരത്ത് പോലും എത്തിയിട്ടില്ല. അവന്റെ ബ്ലേഡും അവന്റെ അറ്റാക്സും ഒന്നും ഇങ്ങനെയല്ലായിരുന്നു. മുസാൻ ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താഞ്ചിറോ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതൊരു സൺ ബ്രീത്തിങ്ങിന്റെ ടെക്നിക് ആയിരുന്നു. വളരെ ഭംഗിയാണ് കേട്ടോ ഈ സൺ ബ്രീത്തിങ്ങിന്റെ ഓരോ ടെക്നിക്സ് കാണാൻ. എന്നിട്ട് താഞ്ചിറോ മനസ്സിൽ പറയുന്നുണ്ട് 6 എണ്ണമായി. അങ്ങനെ 6 എണ്ണമായിക്കാണെങ്കിൽ നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ തലയും ഹൃദയമൊക്കെ എന്താണ്ടൊക്കെ പോലെ തോന്നുന്നുണ്ട്. എനിക്കാണെങ്കിൽ അവനൊന്നും നേരെ അറ്റാക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവരുടെ കഴുത്തിൽ എന്റെ ബ്ലേഡ് എത്തുന്ന പോലും. ഇനി 1 മണിക്കൂറും കൂടെ ഉണ്ട് നേരം വെളുക്കാനായിട്ട്. അപ്പൊ തന്നെ താഞ്ചിറോയുടെ സ്റ്റെപ്പ് മാറുന്നുണ്ട്. മുസാനായിട്ട് തിരിച്ച് നന്നായിട്ട് തന്നെ അറ്റാക്കും ചെയ്തുകൊണ്ട് തൊട്ട് അടുത്ത സെക്കൻഡിനെ കുറിച്ച് മാത്രമായിരിക്കും, വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. താഞ്ചിറോയുടെ കൈയൊക്കെ ഇങ്ങനെ കീറി പോകുന്നവരാണ് പുള്ളിക്കാരൻ തോന്നുന്നത്. എങ്കിലും പുള്ളിക്കാരൻ ആ സോഡ് ഇങ്ങനെ മുറുക്കി പിടിക്കുന്നുണ്ട്. 1 സെക്കൻഡ് കണക്ട് ആയി, 2ാമത്തെ സെക്കൻഡ് കണക്ട് ആയി, ഇങ്ങനെ കണക്ട് ചെയ്തോണ്ടേയിരിക്കും. രാവിലെ ആകുന്നവരെ ഇങ്ങനെ നിർത്താത്ത ഓരോ സെക്കൻഡ് കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. മുസാനപ്പ പറയുന്നുണ്ട് അവന്റെ ടെക്നിക്കിന്റെ ആക്യുറൻസി കുറഞ്ഞ് പവർ കുറഞ്ഞ് അവന്റെ ബ്ലേഡ് ഇപ്പൊ തന്നെ പഴയ പോലെ ആകും. എന്തിന് ഇവനും പോലും ഇത്രയും വരെ എത്താൻ പറ്റിയിട്ടുള്ളൂ. അതൊരു പ്രപഞ്ച സത്യം പോലെയാണ്. കാരണം അവനെ പോലത്തെ ഒന്നും മനുഷ്യർ എപ്പോഴും ജനിക്കത്തൊന്നുമില്ല. എന്നിട്ടും താഞ്ചിറോടെ മുസാൻ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ കുറച്ച് ചോര ഛർദ്ദിച്ച് പുറകിലായിട്ട് വീഴാൻ പോകും. ആ സെക്കൻഡ് മുതലെടുക്കാൻ വേണ്ടി മുസാൻ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതും താഞ്ചിറോ ഡോഡ്ജ്. എന്നിട്ട് നിർത്താതെ തന്നെ മുസാൻ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ പോകുന്നിടത്ത് വീണ്ടും താഞ്ചിറോ ഡോഡ്ജ് ചെയ്യും. മുസാൻ തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല. കാരണം പുള്ളിക്കാരൻ ചെയ്യുന്ന എല്ലാ അറ്റാക്കും താഞ്ചിറോ സുഖമായിട്ട് തന്നെ ഡോഡ്ജ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ തന്നെ ഞാൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്. അവന്റെ മൂവ്മെന്റ്സ് സ്ലോ ആയി, അവന്റെ പവേഴ്സ് കുറഞ്ഞ്, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് അവൻ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തത്. അവൻ വെറൊരു മനുഷ്യനാണ്, എന്നിട്ടും അവൻ എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. എനിക്ക് അവനായിട്ട് ക്ഷീണിച്ച് കിടക്കുവാണ്. പക്ഷെ എന്നിട്ടും എന്റെ അറ്റാക്സ് ഒന്നും എന്റെ മേത്ത് റീച്ച് ആകുന്നില്ല. അപ്പോഴാണ് മുസാൻ ആ കാര്യം മനസ്സിലാക്കുന്നത്. അതായത് താഞ്ചിറോ അല്ല സ്ലോ ആകുന്നത്, പകരം മുസാനാണ് വീണ്ടും സ്ലോ ആയിക്കൊണ്ടിരിക്കുന്നത്. സത്യമാണ്, ഞാൻ തന്നെയാണ് സ്ലോ. അല്ലെങ്കിൽ ഈ ഫൈറ്റ് ഒരിക്കലും ഇത്ര നേരം നീണ്ടുപോകത്തില്ല. അതും ഒരു 1v1. അവളായിരിക്കണം ഇതിന്റെ പുറകിൽ. അവൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തമയാണെന്ന് മുസാനെ മനസ്സിലാക്കുകയും പുള്ളിക്കാരന്റെ സെല്ല് നോക്കാൻ വേണ്ടി നമ്മുടെ മുസാൻ പുള്ളിയുടെ അകത്തേക്ക് തന്നെ മാറുന്നുണ്ട്. എന്നിട്ട് ഉള്ളിലുള്ള തമയോടൊക്കെ തന്നെ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ചെയ്തത്, നീ എന്നെ മനുഷ്യനാക്കാനുള്ളൊരു മരുന്നല്ലേ കണ്ടുപിടിച്ചത്. അപ്പൊ തമയ തിരിച്ച് പറയുന്നുണ്ട് ഞാൻ നിനക്ക് കുത്തിവെച്ച മരുന്ന് ഒന്ന് നിന്നെ മനസ്സിലാക്കാനുള്ളതാണ്, മറ്റേത് ഞാൻ പറയത്തില്ല. എന്റെ ഈ ബുദ്ധിയില്ലാത്ത ഈ തലച്ചോറുകൾ കൊണ്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയാൻ നേരത്ത് മുസാൻ ദേഷ്യം വന്ന് അപ്പൊ തന്നെ അവളെ ഞെരിക്ക് പൊട്ടിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരുടെ ഉണ്ടായിരുന്ന സെൽസിലൂടെ നമ്മുടെ തമയോസ് തന്നെ മെമ്മറീസ് രക്ഷിക്കും. അപ്പോഴാണ് നമ്മുടെ ഷിനോബുവിനെ കാണുന്നത്. ഷിനോബോട് പറയുന്നുണ്ട് സാധാരണ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, നമ്മളൊരു ഹൈബ്രിഡ് ഫോം തന്നെ കണ്ടുപിടിക്കണം. കാരണം മുസാൻ ഇനി മനുഷ്യരായി മാറിയില്ലെങ്കിൽ അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന കണ്ടുപിടിക്കണം. 2ാമത്തെ എഫക്റ്റ് ആയിട്ട് ഏജിങ് എങ്ങനെയുണ്ട്, അതായത് തമയുടെ മരുന്നുകളും നീ കണ്ടുപിടിച്ചതും നമ്മളെല്ലാവരും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏജിങ് കൊണ്ടുവരാൻ പറ്റും. ഓരോ നിമിഷവും 50 വർഷം ഏജ് ആകുന്ന രീതിയിൽ അവന്റെ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഒരു മരുന്ന് കണ്ടുപിടിച്ചാലോ. മുസാൻ ഇത് കേട്ട് ഞെട്ടുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഏജിങ്ങോ, ഞാൻ വീണ്ടും വയസ്സായിക്കൊണ്ടിരിക്കുകയാണോ, അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആദ്യം മുതൽ തന്നെ ഈ ഡീമൺ സ്ലേയേഴ്സുമായിട്ട് ഞാൻ ഇത്രയധികം ബുദ്ധിമുട്ടിയത്. എന്റെ എല്ലാ പേഴ്സും ഏജിങ് കാരണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. സമയം കുറെ മണിക്കൂറുകൾക്ക് മുമ്പല്ലേ ആ മരുന്ന് എന്റെ മേത്ത് കുത്തിവെച്ചത്. 4 അല്ല, ഏകദേശം 5 മണിക്കൂർക്ക് മുമ്പ്. ആ മരുന്നൊന്ന് ആക്റ്റീവ് ആകാനുള്ള ടൈമെങ്കിലും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 3 മണിക്കൂറെങ്കിലും അതിന്റെ മേത്തുണ്ടായിരിക്കും. അതിനർത്ഥം എന്റെ വയസ്സ് 9000 വർഷത്തോളം ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുസാൻ തന്നെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് നിൽക്കുവാണ്. ഞാനിത് നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം എന്റെ മുടി വെള്ള കളറായിട്ട് തിരിച്ച് മാറുന്നില്ലായിരുന്നു. അപ്പൊ തന്നെ ഒരു കാഗോ ക്രോസ് വന്നിട്ട് പറയുന്നുണ്ട് ഇനിയും 59 മിനിറ്റും കൂടെ ഉണ്ട് നേരം വെളുക്കാനെന്ന്. ഈ സെക്കൻഡ് മുസാന്റെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നിടത്ത് താഞ്ചിറോ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്ത് മുസാനെ ചുറ്റിനെ ഒരു വളയം ഉണ്ടാക്കുന്നുണ്ട് തീയുടെ. 1 സെക്കൻഡ് പോലും റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാതെ വീണ്ടും താഞ്ചിറോ അറ്റാക്ക് ചെയ്യുന്നിടത്ത് മുസാൻ നേരെ താഞ്ചിറോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നീ ഒരു സ്ഥലത്ത് നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് താഞ്ചിറോയുടെ കഴുത്ത് നോക്കി മുറിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ആഫ്റ്റർ ഇമേജ് ആയിരുന്നു. താഞ്ചിറോ വീണ്ടും ഒരു 3 അറ്റാക്ക് കൂടെ അടുപ്പിച്ച് അങ്ങോട്ട് ചെയ്യും. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അങ്ങനെ 12 എണ്ണം ഒരുമിച്ച് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും വേഗത്തില് ആക്യുറൻസിയില് സ്പീഡില് നിർത്താതെ രാവിലെ വരെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ തന്റെ 12 ഫോംസ് കണക്ട് ചെയ്തുകൊണ്ടാണ് ചാപ്റ്റർ 193 ഇവിടെ അവസാനിക്കുന്നത്. സോ അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്ത് മറക്കണ്ട. കാരണം ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമെ റിലേറ്റഡ് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്.